എങ്ങനെ വരിക? CR ക്രോമിയത്തിന്റെ ഒരു പ്ലെയിന്, അതിന് 2 ആക്സിയൽ. അപ്പൊ EN എന്ന് പറഞ്ഞാൽ എതിലിൻ ഡയമീൻ അല്ലേ, അത് ഒരേ പ്ലെയിനിൽ വരുന്നിട്ട് ഇങ്ങനെ EN പിന്നെ CN മൈനസ് CN മൈനസ് ഇങ്ങനെ വരാം. ഇതെന്താണ്? ട്രാൻസ് ഐസോമർ ആണ്. എതിലിൻ ഡയമീൻസ് രണ്ടും ട്രാൻസ് ടു ഈച്ച് അതർ ആണ്. CN മൈനസുകൾ രണ്ടും ട്രാൻസ് ടു ഈച്ച് അതർ ആണ്. ഇതൊരു ഐസോമർ ആണ്. ഇനി ഇതല്ലാതെ CN രണ്ടും സിസ് ആയിട്ട് വന്നാല് എതിലിൻ ഡയമീൻസും സിസ് ആയിട്ട് വരാം. ഇങ്ങനെ ഒരു ഐസോമറും പോസിബിൾ ആണ്. ഇത് സിസ് ഐസോമർ ആണ് അല്ലെ? ഇങ്ങനെ 2 ഐസോമേഴ്സ്, ജോമെട്രിക്കൽ ഐസോമേഴ്സ് പോസിബിൾ ആണ്. ആർക്ക്? CR EN twice CN twice പ്ലസ്. അപ്പം സിസ് ട്രാൻസ് ഐസോമറിസം കഴിഞ്ഞു. സിസ് ട്രാൻസ് ഐസോമറിസത്തില് എന്തൊക്കെ പറഞ്ഞു? ഇപ്പൊ നമ്മള് സ്ക്വയർ പ്ലനാറിന്റെ സിസ് ട്രാൻസ് ഐസോമറിസം പറഞ്ഞു. അതിൽ A3B ടൈപ്പ് പറഞ്ഞു, അതിനൊരു ഐസോമറേ പോസിബിൾ ഉള്ളൂ. A2B2 ടൈപ്പ് അതിന് സിസ് ട്രാൻസ് ഐസോമറിസം പോസിബിൾ ആണ്. A2BC ടൈപ്പുകളും ഉണ്ട്. അതിൽ ഈ 2 സെയിം ലിഗാൻഡുകൾ സിസ് ആണോ ട്രാൻസ് ആണോ നോക്കിയിട്ടാണ് നമ്മൾ സിസും ട്രാൻസും പോസിബിൾ ആണോ എന്ന് പറയുന്നത്. സിസ് ആണോ ട്രാൻസ് ആണോ കോംപ്ലക്സ് എന്ന് പറയുന്നത്. പിന്നെ നമ്മൾ എന്ത് പറഞ്ഞു? ഒക്ടാഹെഡ്രയുടെ സിസ് ട്രാൻസ് ഐസോമേഴ്സ് പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് പറയാനുള്ളത്, അതിൽ നമ്മൾ MA5B ടൈപ്പ് പറഞ്ഞു, MA4B2 ടൈപ്പ് പറഞ്ഞു, MA3B3 ടൈപ്പ് പറഞ്ഞു. MA3B3 ടൈപ്പില് ഫേഷ്യൽ മെറിഡിയോണ്, അതൊക്കെ വ്യത്യാസം മനസ്സിലാവണം. പിന്നെ ബൈഡന്റേറ്റ് ലിഗാൻസ് വരുന്ന കേസിൽ സിസ് ട്രാൻസ് ഐസോമേഴ്സ് പോസിബിൾ ആയിട്ടുള്ള എക്സാമ്പിൾ ആണ് നമ്മൾ ഈ പറഞ്ഞത്. CR EN twice CN twice അത് നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്തു. ഒരു ബൈഡന്റേറ്റ് ലിഗാൻഡ് വരുന്ന ഇതും നമ്മൾ CO ഓക്സലേറ്റോ H2O twice ClBr ഇതിലും ഉള്ള സിസ് ട്രാൻസ് ഐസോമറിസം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു കഴിഞ്ഞു. നെക്സ്റ്റ് നമുക്ക് പറയാനുള്ളത് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാല് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആവശ്യമില്ല. Optical isomerism in metal complexes. Optical isomers are stereoisomers that are related via non-superimposable mirror images of each other. They differ from geometric stereoisomers in that they rotate the plane polarization of plane polarized light. These isomers are referred to as enantiomers or chiral. ഏതാണ്? പ്രീവിയസ് സ്ലൈഡ് ഇത് തന്നെയാ പറയുന്നത്, അതുകൊണ്ടാണ് ഞാനത് വേണ്ട പറഞ്ഞത്. ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാൽ ഫോർ സ്ട്രക്ചേഴ്സ് ദാറ്റ് ഡു നോട്ട് പൊസസ് എ പ്ലെയിൻ ഓഫ് സിമെട്രി, ദ മിറർ ഇമേജ് ആർ നോൺ സൂപ്പർ ഇമ്പോസിബിൾ നോൺ ആസ് കൈറൽ സ്ട്രക്ചേഴ്സ്. ഇവിടെ അത് കുറച്ച് കോംപ്ലിക്കേറ്റഡ് ആയിട്ടാണ് പറഞ്ഞത്, അതുകൊണ്ട് ഞാൻ ഈ സ്ലൈഡ് ഒഴിവാക്കിയിട്ട് പുതിയതായിട്ട് ഉണ്ടാക്കിയതായിരുന്നു മറ്റേ സ്ലൈഡ്. അതുകൊണ്ടാണ് ഞാൻ ഇത് വേണ്ടെന്ന് പറഞ്ഞത്, ഡിലീറ്റ് ചെയ്യാൻ മതിയായി. അപ്പൊ നമ്മള് കോംപ്ലക്സുകളിൽ കോർഡിനേഷൻ കോംപ്ലക്സിൽ അല്ലാതെ തന്നെ സബ്സ്റ്റൻസ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ റൊട്ടേറ്റഡ് ടു റൈറ്റ് ആണോ റൊട്ടേറ്റഡ് ടു ലെഫ്റ്റ് ആണോ നോക്കിയിട്ട് ഡെക്സ്ട്രോ റൊട്ടേറ്ററിയും ലീവോ റൊട്ടേറ്ററി ഇങ്ങനെ 2 പേര് നമ്മൾ കേട്ടിട്ടുണ്ട്. ഡെക്സ്ട്രോ റൊട്ടേറ്ററി വിച്ച് ഈസ് ഇൻഡിക്കേറ്റഡ് ബൈ പ്ലസ്, ലീവോ റൊട്ടേറ്ററി അതെന്താ? പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റിനെ ലെഫ്റ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ നമ്മൾ അതിനെ ലീവോ എന്ന് പറയും, അതിനെ ഇൻഡിക്കേറ്റഡ് ആസ് നെഗറ്റീവ്. ഇനി ഇതിന്റെ രണ്ടിന്റെയും കൂടെ മിക്സ്ചറിനെയാണ് നമ്മൾ റെസിമിക് മിക്സ്ചർ എന്ന് പറയുക. അതൊന്നും നമുക്ക് ഇവിടെ ആവശ്യമില്ല, അതുകൊണ്ടാണ് ഞാൻ അത് ലീവ് ചെയ്തത്. ഓക്കെ, നമുക്ക് ആവശ്യമില്ല, അതിനെ കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് അപ്പുറത്ത് പറഞ്ഞിട്ടുണ്ട് എന്നുള്ളതുകൊണ്ടാണ് ഞാൻ ലീവ് ചെയ്തത്. അപ്പം ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആർ സ്റ്റീരിയോ ഐസോമേഴ്സ് ദാറ്റ് ആർ റിലേറ്റഡ് വയ നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ്. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് ടു ഈച്ച് അതർ ആണെങ്കിലാണ് ഒപ്റ്റിക്കൽ ഐസോമറിസം കാണിക്കുന്നത്. They differ from geometric stereoisomers in that they rotate the polarization of plane polarized light.
അതന്നെ റൈറ്റിലേക്ക് റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഡെക്സ്ട്രോ, ലെഫ്റ്റിലേക്ക് ആകുമ്പോൾ ലീവോ, പ്ലസ് ഓർ മൈനസ്. ദീസ് ഐസോമേഴ്സ് ആർ റെഫേർഡ് ടു ആസ് ഇനാൻഷ്യോമേഴ്സ് ഓർ കൈറാൾ. ഇതൊക്കെ നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. Optical activity refers to whether or not a compound has optical isomers. A coordination compound, in the case of coordination complexes, that is optically active has optical isomers, and a coordinate compound that is not optically active, that means does not have optical isomers. As we will discuss later, optical isomers have the unique property of rotating light. When light is shot through a polarimeter, optical isomers can rotate the light so it comes out with a different polarization on the other end. Armed with the knowledge of symmetry and mirror images, optical isomers should not be very difficult. There are two ways optical isomers can be determined: using mirror image method or using a plane of symmetry. Optical isomers do not exhibit symmetry and do not have identical mirror image. Optical isomerism exhibit ചെയ്യണമെന്നുണ്ടെങ്കിൽ മോളിക്യൂളിനെ do not have identical mirror image. Let us go through a quick review of symmetry and mirror image. A mirror image of an object is that object flipped or the way the object would look in front of a mirror. For example, the mirror image of your left hand would be your right hand. Symmetry, on the other hand, refers to when an object looks exactly the same when sliced in a certain direction with a plane. For example, imagine the shape of a square. No matter in what direction it is sliced, the two resulting images will be the same. Sorry, ഇത് ഞാൻ കണ്ടില്ല നിങ്ങൾ ഈ പറഞ്ഞത്. എന്താണ് ജിയോമെട്രിക്കൽ ഐസോമറിസത്തിന്റെ സ്ലൈഡില് വാട്ടർ ഉള്ള സ്ലൈഡില് bromine and Cl explain ചെയ്യുമോ with H2O. Mirror image of an object is that object flipped or the way the object would look in front of a mirror. For example, നമ്മളെ ലെഫ്റ്റ് ഹാൻഡിന്റെ മിറർ ഇമേജ് നോക്കുക, അത് റൈറ്റ് ഹാൻഡ് പോലെ തന്നെ ആയിരിക്കും അല്ലെ, അതൊക്കെ നമ്മൾ ഓൾറെഡി പറഞ്ഞു. നെക്സ്റ്റ് പറയുന്നത് the mirror image method to determine optical isomers. Optical isomers do not exhibit symmetry and do not have identical mirror images. Identical mirror images ഉണ്ടാവില്ല ആർക്ക്? Optical isomers. Let us go through a quick review of symmetry and mirror images. A mirror image of an object is that object flipped or the way the object would look in front of a mirror. For example, the mirror image of your left hand would be your right hand. Symmetry, on the other hand, refers to when an object looks exactly the same when sliced in certain direction with a plane. The mirror image method uses a mirror image of a molecule to determine whether optical isomers exist or not. If the mirror image can be rotated in such a way that it looks identical to the original molecule. ഒരു മോളിക്യൂളിന്റെ മിറർ ഇമേജ് നമുക്ക് റൊട്ടേറ്റ് ചെയ്തിട്ട് ആദ്യത്തെ മോളിക്യൂളിന്റെ അതേപോലെ ആക്കാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ then the molecule is said to be superimposable and has no optical isomers. മിറർ ഇമേജിനെ റൊട്ടേറ്റ് ചെയ്തിട്ട് ആദ്യം ഉണ്ടായിരുന്ന ഐഡന്റിക്കൽ ഇമേജിലേക്ക് എത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ളതിനെ നമ്മൾ പറയാം മോളിക്യൂൾ is said to be superimposable and has no superimposable ആയിട്ടുള്ള മോളിക്യൂൾസിന് optical isomers പോസിബിൾ അല്ല. On the other hand, if the mirror image cannot be rotated in any way such that it looks identical to the original molecule, then the molecule is said to be non-superimposable and the molecule has optical isomers. Once again, if the mirror image is superimposable, then no optical isomers. If the mirror image is non-superimposable, then the optical isomers exist. Non-superimposable means the structure cannot be rotated in a way that one can be put on top of the other. This means that no matter how the structure is rotated, it cannot be put on top of one another with all points matching. ഒന്നിനെ ഒരു മോളിക്യൂളിന്റെ മിറർ ഇമേജ് അത് നമുക്ക് എങ്ങനെ റൊട്ടേറ്റ് ചെയ്താലും നമ്മൾ ആദ്യത്തെ മോളിക്യൂളിന്റെ മുകളിൽ എക്സാക്ട് ആയിട്ട് ഫിറ്റ് ആക്കി വെക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ എല്ലാ പോയിന്റ്സും മാച്ച് ആയിട്ട് നിൽക്കില്ല. ഇതാണ് നോൺ സൂപ്പർ ഇമ്പോസിബിൾ മിറർ ഇമേജ് എന്ന് പറഞ്ഞാൽ.
An example of this is your hands. Both left and right hands are identical. Identical ആണ്, but they cannot be put on top of each other with all points matching. അത് എങ്ങനെ വെച്ചാലും എല്ലാ പോയിന്റ്സും മാച്ച് ആയിട്ട് വരില്ല. കാരണം നമ്മൾ എങ്ങനെ തിരിച്ചു വെച്ചാലും അതെന്താണ്, അത് പോയിന്റ്സ് മാച്ച് അല്ലാണ്ടാണ് നിൽക്കുക. നോൺ സൂപ്പർ ഇമ്പോസിബിൾ മീൻസ് ദ സ്ട്രക്ചർ cannot be rotated in a way that one can be put on top of another. Are there enantiomers for facial osmium Cl3 CO thrice complex ion? Here mirror image method use ചെയ്യാം. We draw the 3D structure of this geometric isomer, not the MER isomer, and then take the mirror image like below. മെറിഡിയോണലും ഫേഷ്യലും ഉണ്ട്. അതിൽ നമ്മളോട് ഫേസ് ആണ് ചോദിച്ചത്. ഫേഷ്യൽ എന്ന് പറയുമ്പോൾ 3 ലിഗാൻസ് ഒരേ പ്ലെയിനിൽ വരിക, അതിന്റെ നേരെ ഓപ്പോസിറ്റിലുള്ള ട്രയാങ്കിൾ പ്ലെയിനിൽ മറ്റേ 3 ലിഗാൻസ് വരിക. അപ്പൊ ഇതിന്റെ മിറർ ഇമേജ് എടുക്കുക. The left image can be rotated by 180 through a vertical axis to superimpose on the original. So the MER OS Cl3 CO thrice complex is not optically active, or we can call it achiral. Chiral അല്ല, chiral-നാണ് എന്താ ഉണ്ടാവുക, ഒപ്റ്റിക്കൽ ഐസോമറിസം പോസിബിൾ ആണ്. നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് നമ്മളെ മറ്റേ ഇതില് പറയാൻ പറ്റും. കുറച്ച് എക്സാമ്പിൾസും കൂടെ പറയുന്നുണ്ട്. പ്ലെയിൻ ഓഫ് സിമെട്രിയിൽ നമുക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ട് പറയാൻ പറ്റും. നമുക്ക് അവിടെ പറയാം. Plane of symmetry method to determine optical isomers എന്താണ്? The plane of symmetry method uses symmetry also to identify optical isomers. In this method, one tries to see if such a plane exists, which when cut through the coordinate complex produces, ഇവിടെ പറയുന്നുണ്ട്, എന്നിട്ട് അത് വെച്ചിട്ട് നമുക്ക് ഇതൊന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാം. Exists which when cut through the coordinate complex produces two exact images. In other words, one looks for the existence of a plane of symmetry within the coordinate complex. If a plane of symmetry exists, then no optical isomers exist for that complex and it is called achiral. ഒരു മോളിക്യൂളിനെ ഒരു പ്ലെയിൻ ഓഫ് സിമെട്രി വെച്ച് കട്ട് ചെയ്യുമ്പോൾ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ട് എന്നുണ്ടെങ്കിൽ അതിനെ നമ്മൾ എന്തെന്നാ പറയാ, പിന്നെ അതിന് നമ്മൾ എന്തെന്ന് പറയും, 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നോ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ആണ്, അത് അക്കൈറൽ ആണ്. ഇവിടെ എക്സാമ്പിൾ പറയുന്നുണ്ട്. അതിന്റെ മുന്നേ പറഞ്ഞ എക്സാമ്പിൾ ഒന്നും കൂടെ ഒന്ന് എക്സ്പ്ലെയിൻ ചെയ്യണം. അപ്പം Ma3OSCl3 ഏതാണ്? കൺസിഡർ ടെട്രാഹെഡ്രൽ മോളിക്യൂൾ CHBrClF. If this molecule is optically active, ഇതിനെ നമുക്കൊരു പ്ലെയിൻ വെച്ച് ഈക്വൽ ഹാഫ് ആയിട്ട് കട്ട് ചെയ്യാൻ സാധിക്കുന്നുണ്ടോ? CHBrClF കാർബൺ, അതിന്റെ ചുറ്റും ടെട്രാഹെഡ്രലി അറേഞ്ച് ചെയ്തിട്ടുള്ള 4 ആറ്റംസും ഡിഫറെന്റ് ആണ്. ഇത് പോസിബിൾ ആണോ? ഇതിന് നമുക്ക് ഒരു രീതിയിലും ഇതിനെ ഈക്വൽ ഹാഫ്സ് ആയിട്ട് കട്ട് ചെയ്യാൻ പറ്റില്ല. ദാറ്റ് മീൻസ് CHBrClF is optically active. ഇതിന് മെത്തേഡ് പറയുന്നുണ്ട്. ഫസ്റ്റ് ടേക്ക് ദ മിറർ ഇമേജ് മെത്തേഡ്. മിറർ ഇമേജ് ഓഫ് ദ മോളിക്യൂൾ. നോട്ട് ദാറ്റ് ദിസ് മിറർ ഇമേജ് is above cannot be rotated in any such a way that it looks identical to the original molecule. Remember, if the mirror image is not superimposable, then optical isomers exist. Then we know that this molecule has optical isomers. Plane of symmetry എടുക്കുകയാണെന്നുണ്ടെങ്കിലും ഇതിനെ നമുക്ക് 2 ഈക്വൽ ഹാഫ്സ് ആയിട്ട് ഏത് പ്ലെയിനിലും കട്ട് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ this molecule is optically active. If the octahedral compound FeCl3F3 is optically active, ഇത് നമ്മൾ ഓൾറെഡി ചെയ്തതാണ്, ഇനി പറയേണ്ട ആവശ്യമില്ല. മെറിഡിയോണലും ഫേഷ്യലും നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. ഇത് സൊല്യൂഷൻ ഒക്കെ പറയുന്നുണ്ട്, അത് നോക്കണ്ട. ഇനി പറയേണ്ടത്, ഇപ്പൊ നമ്മളൊക്കെ ഏത് ടൈപ്പ് ലിഗാൻസാ പറഞ്ഞത്? ഒക്കെ മോണോഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. Ma6, Ma5B, Ma4B2, അതിൽ സിസ് ഉണ്ട്, ട്രാൻസ് ഉണ്ട്, രണ്ടും ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ നോക്കി. പിന്നെ A3B3 പറഞ്ഞു.
അപ്പൊ എല്ലാം മോണോഡെൻഡേറ്റ് ലിഗാൻസിന്റെ എല്ലാ കോമ്പിനേഷനുമായി. ഈ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ വരുന്ന വേറൊരു സാധ്യത എന്ന് പറയുന്നത് എനാൻഷ്യോമേഴ്സ് ഇൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സസ് വിത്ത് ബൈഡെൻഡേറ്റ് ലിഗാൻസ് ആണ്. ബൈഡെൻഡേറ്റ് ലിഗാൻസ് വരുമ്പം അത് ഒപ്റ്റിക്കലി ആക്റ്റീവ് ആണോ, പ്ലെയിൻ ഓഫ് സിമെട്രി പ്രസന്റ് ആണോ എന്ന് നോക്കിയിട്ട് വേണം ഒപ്റ്റിക്കൽ ആക്ടിവിറ്റി നമ്മൾ പറയാൻ. നമുക്ക് കുറച്ച് നീട്ടിയെടുക്കാലോ അല്ലെ. ഞാൻ ഈ ഒപ്റ്റിക്കൽ ഐസോമറിസം എന്നാണ് തീർത്താലോ? പ്രശ്നം ഉണ്ടോ ഇല്ലയോ എന്ന് പറയണേ. കുറച്ച് ആൾക്കാരെ വേണമെന്ന് വെച്ച് ക്ലാസ്സിന് വന്നവരുള്ളൂ. അപ്പൊ വന്നവർക്ക് കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ ഐസോമറിസം ഇന്ന് മുഴുവനാക്കാന്ന് വിചാരിച്ചിട്ടാണ്. എന്താണ് നിങ്ങളൊരു അഭിപ്രായം പറയുന്നത്? അതും അടുത്ത ക്ലാസ്സിക്ക് മാറ്റി വെക്കണം. സമയം ഇപ്പൊ നമ്മളെ സമയം ഇവിടെ ആയിട്ടുണ്ട്. അപ്പൊ ഇപ്പൊ എടുക്കാൻ കുഴപ്പമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് ഐസോമറിസം ഇവിടെ ഇന്ന് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. അടുത്ത ക്ലാസ് ഒക്കെ മാറ്റിയേക്കാ വേണ്ടേ? കുറച്ചധികം പ്രോബ്ലംസ് ഒക്കെ വരുന്നുണ്ട് ഇവിടെ. അപ്പം ഇപ്പൊ തീർക്കുക വേണ്ടെന്നുണ്ടെങ്കിൽ ഇപ്പം തീർക്കാം. അതല്ല അടുത്ത ക്ലാസ്സിൽ എടുക്കുക വേണ്ട വെച്ചാൽ ബാക്കി നെക്സ്റ്റ് ക്ലാസ് ആയിട്ട് ചെയ്യും. എന്തായാലും എന്താണ് ഈ ബൈഡന്റെ നിങ്ങൾ തീരുമാനമാക്കിയിട്ട് പറയൂ കേട്ടോ, മെസ്സേജ് അയക്കും. The examples you are most likely to need occur in octahedral complexes that contain bidentate ligands. സാധാരണയായിട്ട് എഥിലീൻ ഡയമീൻ ആണ് ബൈഡന്റേറ്റ് ലിഗാൻഡ് ആയിട്ട് നമ്മൾ പറയാറ്, അല്ലെങ്കിൽ ഓക്സലേറ്റ്. ഇൻ ബൈഡന്റേറ്റ് കോംപ്ലക്സസ് or chelating complexes, a ligand binds very tightly to the metal because it holds on to the metal via more than one atom. Ethylidiamine is one example of a bidentate ligand. As you may expect, bidentate ligand bind tightly to metals because they form two bonds with it rather than just one. It is also important to recognize that in an octahedral complex, two donor atoms in most bidentate ligand bind cis to each other and cannot reach all the way around the molecule to bind trans to each other. നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. എഥിലീൻ ഡയമീൻ ഒക്കെ സിസ് ആയിട്ടേ നിൽക്കുള്ളൂ, ട്രാൻസ് ആയിട്ട് അതിനെ ബൈൻഡ് ചെയ്യാൻ പറ്റില്ല. അപ്പം ഇവിടെ ഒരു എക്സാമ്പിൾ കാണിച്ചു തന്നിട്ടുണ്ട്. ഓക്സലേറ്റോ ലിഗാൻഡ് വരുന്നത് MOX ട്രൈസ്. എന്താണ് അത്? സിസ് ടു ഈച്ച് അതർ ആയിട്ട് മാത്രമേ മെറ്റലുമായിട്ട് ചുറ്റും ബോണ്ട് ഫോം ചെയ്യുള്ളൂ. എ സബ്സ്റ്റൻസ് വിത്ത് നോ പ്ലെയിൻ ഓഫ് സിമെട്രി ഈസ് ഗോയിങ് ടു ഹാവ് ഒപ്റ്റിക്കൽ ഐസോമേഴ്സ്. ഈ ഓക്സലേറ്റോ MOX ട്രൈസ് എന്ന് പറയുന്ന ലിഗാൻഡിന് ഒപ്റ്റിക്കൽ പ്ലെയിൻ ഓഫ് സിമെട്രി ഈസ് നോട്ട് പ്രസന്റ്, സോ ഇറ്റ് ഹാസ് ഒപ്റ്റിക്കൽ isomers, one of which is the mirror image of the other. One of the isomer will rotate the plane of the polarization of plane polarized light clockwise and the other into anti-clockwise. A wide variety of bidentate ligands bind to metal in the cis fashion, but few can bind in the trans geometry. These are called trans-spanning ligands and require building a bridge between the bonding atoms. ഇവിടെ നോക്കുക, മെഥിലിൻ ബ്രിഡ്ജസ്. അപ്പം സിസ് ചീലേറ്റിംഗ് ലിഗാൻഡ് ആയിട്ട് ഇപ്പം ഒരു ഇതിൽ വരുമ്പം പ്ലെയിനില് ചീലേറ്റിംഗ് ലിഗാൻസ് സിസ് ആയിട്ടേ വരുള്ളൂ. ട്രാൻസ് ചീലേറ്റിംഗ് ലിഗാൻസ്, ട്രാൻസ് വേഴ്സസ് സിസ് ലിഗാൻസ് ഇൻ സ്ക്വയർ പ്ലാനാർ കോംപ്ലക്സസ്. ട്രാൻസ് ആയിട്ട് വരിക എന്ന് പറഞ്ഞാൽ അവിടെ അത്രയും എന്താണ്, അവിടെ ഒരു സ്ട്രെയിൻ ഉണ്ട്. വി വിൽ നോട്ട് കൺസിഡർ എനി ട്രാൻസ് സ്പാനിങ് ലിഗാൻസ് ഇൻ ദിസ് ടെക്സ്റ്റ്. എ കോംപ്ലക്സ് കണ്ടെയ്നിങ് three bidentate ligands can take on the shape of a left-handed propeller or a right-handed propeller. You may be able to see that there is no way of rotating the second isomer in space so that it looks exactly the same as the first one. So, as long as you draw the isomer carefully, with the second one a true reflection of the first, the two structures will be different. These kinds of complexes were historically important in demonstrating ഈ ബൈഡന്റേറ്റ് ലിഗാൻസ് വരുമ്പോൾ നമ്മൾ ഒരേപോലെയാണ് നമുക്ക് കണ്ടാ തോന്നും, പക്ഷെ അത് ഡിഫറെന്റ് സ്ട്രക്ചേഴ്സ് ആണ് എന്നുള്ളത് നമ്മൾ അതിനെ സൂക്ഷിച്ചു നോക്കിയാൽ നമുക്ക് മനസ്സിലാക്കും. പിന്നെ ഇതിൽ വരുന്നത്, ഇതില് നമ്മളെ PPT പ്രിപ്പയർ ചെയ്തത് കഴിയാനായിട്ടുണ്ട്. ഇനി ഇതിൽ പ്രോബ്ലംസ് ആണ് ഇതിൽ ഇനി വരുന്നത്. നോമൻക്ലേച്ചർ പറയുന്നുണ്ട്. നോമൻക്ലേച്ചർ നിങ്ങൾക്ക് ഇമ്പോർട്ടന്റ് അല്ല, എന്നാലും ജസ്റ്റ് ഒന്ന് എങ്ങനെയൊക്കെയാണ് ഇതിന്റെ നെയിം വരാറ് എന്നൊന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടി പറയുന്നത്.
Various methods have been used to denote the absolute configuration of optical isomers such as R or S, lambda or delta, C or A. The UPSC rule suggests that for general octahedral complexes, C or A scheme is convenient to use, and that for bicentrous bidentate complexes, absolute lambda and delta configuration is used. അത് സാധാരണയായിട്ട് ഇതാ ഒരു എക്സാമ്പിൾ തന്നിട്ടുണ്ട്. ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിൽ നമ്മൾ ആദ്യം പ്രയോറിറ്റൈസ് ചെയ്യുക. അസൈൻഡ് ഫോർ മോണോന്യൂക്ലിയർ കോർഡിനേഷൻ സിസ്റ്റം ബേസ്ഡ് ഓൺ ദ സ്റ്റാൻഡേർഡ് സീക്വൻസ് റൂൾ. നമ്മൾ CIP റൂൾ ഉണ്ടല്ലോ, അത് വെച്ചിട്ട് തന്നെ പ്രയോറിറ്റൈസ് ചെയ്യുക. These rules use the coordinating atom to arrange the ligands into a priority order such that the highest atomic number gives the highest priority number. CIP is smallest CIP number. For example, hypothetical complex COCl BrI NH3 NO2 SCN 2 minus. എന്ന് പറഞ്ഞാല് 6 ലിഗാൻഡും ഡിഫറെന്റ് ആണ്. അതിൽ നമ്മൾ പ്രയോറിറ്റിക്ക് നമ്പർ കൊടുക്കുമ്പോൾ ഐക്ക് 1 ആവും, പിന്നെ BRന് 2, CLന് 3, 4 NCSന് 5, NO2ന് 6, NH3ക്ക് വരും അല്ലെ. അതിലിപ്പോ here is one isomer where I and Cl and Br and NO2 were found to be trans to each other. ഇനി ഇതിന്റെ പേര് കൊടുക്കുമ്പോൾ നമ്മൾ ഈ 1 ഉള്ള പ്രിൻസിപ്പൽ ആക്സിസിന്റെ മുകളിൽ നിന്നാണ് നമ്മൾ നോക്കുന്നത്. നമ്മൾ പണ്ട് മോളിക്യൂളിനെ വ്യൂ ചെയ്യാൻ ഒരു പോയിന്റ് പറയില്ലേ, അതേപോലെ ഇവിടെ 1 എന്ന് പറയുന്ന CIP പ്രയോറിറ്റി 1 ഉള്ള ആ ഭാഗത്തു നിന്നാണ് നമ്മൾ മോളിക്യൂളിനെ നോക്കുന്നത്. എന്നിട്ട് നമ്മളെ പ്ലെയിനില് ഇപ്പൊ ഇതല്ലേ 3യുടെ തൊട്ടടുത്ത് കിടക്കുന്ന അതിന്റെ ഹയർ, ആ റൊട്ടേഷൻ ക്ലോക്ക് വൈസ് ആണോ ആന്റി ക്ലോക്ക് വൈസ് ആണോ എന്നുള്ളതാണ് നോക്കുന്നത്. അപ്പൊ ക്ലോക്ക് വൈസ് ആവുമ്പോൾ C എന്ന് കൊടുക്കണം, ആന്റി ക്ലോക്ക് വൈസ് ആവുമ്പോൾ A എന്നുള്ള സിമ്പിൾ ആ കൊടുക്കുക. The atom in the coordination plane perpendicular to the reference axis, that means this perpendicular plane, നമ്മളെ reference axisന് perpendicular ആയിട്ടുള്ള plane, are viewed from the ligand having the highest priority. CIP priority 1 ഉള്ള ഇവിടെ നിന്ന് വ്യൂ ചെയ്യുക. The clockwise and anti-clockwise sequence of priority numbers are combined. The structure is assigned the symbol C. ഈ 3 എന്നുള്ള നമ്പറിൽ നിന്ന് 4ലേക്ക് മൂവ് ചെയ്യുന്നത് ക്ലോക്ക് വൈസോ ആന്റി ക്ലോക്ക് വൈസോ. അത് 4ലേക്ക് എന്നല്ല, തൊട്ടടുത്ത് കിടക്കുന്ന ഹയർ പ്രയോറിറ്റിയിലേക്ക്. അപ്പോ 3ന്റെ തൊട്ടടുത്ത് 4ആണ് ഇവിടെ കിടക്കുന്നത്. 3ന്റെ തൊട്ടടുത്ത് 6 ഉണ്ട്, 4 ഉണ്ട്. അപ്പൊ 4 അതിന്റെ തൊട്ടടുത്തുള്ള പ്രയോറിറ്റി ഉള്ളത്. അപ്പൊ ഇങ്ങോട്ട് നീങ്ങുന്നത് എന്താണ്? ആന്റി ക്ലോക്ക് വൈസ് ആണ്. അതുകൊണ്ട് ഇതിനെ നമ്മൾ A എന്ന് കൊടുത്തു. ഇനി രണ്ടാമത്തെ കോമ്പൗണ്ടിനെ നോക്കിയേ, കോംപ്ലക്സിലും ഇവിടുന്ന് നോക്കുക. 3 എന്നുള്ളതിന്റെ തൊട്ടടുത്ത് കിടക്കുന്ന ഹയർ പ്രയോറിറ്റി ഈ ഭാഗത്ത് 6 ആണ്, ഇവിടെ 5 ആണ്. അപ്പൊ 3ൽ നിന്ന് നീങ്ങുക 5ലേക്കാണ് അല്ലെ. അപ്പൊ 5ലേക്ക് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് കറക്കാൻ വരിക അല്ലെ. ദാറ്റ് മീൻസ് സെക്കൻഡ് വൺ ഈസ് ഓൾസോ A. ഇനി മൂന്നാമത്തെ കോംപ്ലക്സ് നോക്കിയേ, പ്രിൻസിപ്പൽ ആക്സിസിൽ നിന്ന് നമ്മൾ നോക്കുക. ഇവിടെയാണ് നമ്മളെ ഹയർ പ്രയോറിറ്റി ഉള്ളത് കിടക്കുന്നത്. അതിന്റെ തൊട്ടടുത്ത് 6 ഉണ്ട്, 5 ഉണ്ട്. പക്ഷെ തൊട്ടടുത്തുള്ള ഹയർ പ്രയോറിറ്റി എന്ന് പറയുന്നത് 5 ആണ്. അപ്പോ 3ൽ നിന്ന് 5ലേക്ക് നീങ്ങുന്നത് ഇങ്ങനെയാണ് എന്ന് പറഞ്ഞാല് ഇങ്ങനെയാണ് വരുന്നത്. ദാറ്റ് മീൻസ് ഇത് ക്ലോക്ക് വൈസ് ഡയറക്ഷനിലാണ് റൊട്ടേഷൻ നടക്കുന്നത്. ദാറ്റ് മീൻസ് കൈറാലിറ്റി സിംബൽ ഈസ് C. ഇത് എവിടെയെങ്കിലും ചോദിക്കോന്ന് അറിയില്ല, ഇത് കണ്ടപ്പോൾ നമ്മൾ എവിടെയും പഠിക്കാത്തൊരു സാധനമാണ് എന്നുള്ളത് കൊണ്ടൊന്ന് പറഞ്ഞേ ഉള്ളൂ. പിന്നെ അതേപോലെ ഒപ്റ്റിക്കൽ ഐസോമേഴ്സ് ബൈഡന്റേറ്റ് ലിഗാൻഡ് വരുന്ന കേസിൽ ലാംഡ ഡെൽറ്റ ആണ് നമ്മൾ അതിന് പേര് കൊടുക്കുന്നത്. അത് നമ്മൾ ഇൻസ്ട്രുമെന്റ് വെച്ച് മെഷർ ചെയ്തിട്ട് അത് പ്ലസ് ആണോ മൈനസ് ആണോ നോക്കിയിട്ടാണ് ലാംഡയും ഡെൽറ്റയും പറയുന്നത്. സോഡിയം D ലൈനില് ഈ കോംപ്ലക്സിനെ വെച്ചിട്ട് ഐഡന്റിക്കൽ ആബ്സല്യൂട്ട് കോൺഫിഗറേഷൻ നോക്കുക. റൊട്ടേറ്റ് പ്ലെയിൻ പോളറൈസ്ഡ് ലൈറ്റ് ഇൻ ഓപ്പോസിറ്റ് ഡയറക്ഷൻ. ലെഫ്റ്റ് ഡയറക്ഷനിലേക്കാണോ റൈറ്റ് ഡയറക്ഷനിലേക്കാണോ റൊട്ടേഷൻ നോക്കിയിട്ട്, അതല്ലാതെ നമുക്കിത് മാനുവലി മെഷർ ചെയ്യാൻ പറ്റില്ല എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ അതിനെ കൺസിഡർ ചെയ്യേണ്ട. ഇത്രയേ ഉള്ളൂ നമ്മളെ